നമസ്കാരം. ഇപ്പോൾ ഇസ്രയേൽ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ട് 361 ദിവസമാവുന്നു. ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞ ഒരു വർഷം. അപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം അല്ലെങ്കിൽ വലിയൊരു പുരോഗതി സൃഷ്ടിച്ച ഒരു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ലെബനന്റെ പ്രധാന കമാൻഡർമാരെയും മത നേതാക്കളെയും ഒപ്പം തലവന കൂടി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ തലവനെയും തലവൻ്റെ മകളെയും കൊലപ്പെടുത്താനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇറാൻ ഒരുക്കുന്ന പല തലവേദനകളുമാണ്. ഹിസ്ബുള്ളയെ ഒരുവിധം തന്നെ അടിച്ചമർത്തിയിട്ടുണ്ട്. ഇനി മറുഭാഗത്ത് ഇറാനെതിരെയുള്ള ആക്രമണം കൂടി കരയുദ്ധം ഘടിപ്പിക്കുന്നതിലൂടെ ഇറാനിലേക്ക് കൂടി ഒരു ആക്രമണം വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണ് സാറിന് തോന്നുന്നത്? ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഇപ്പോഴേ ഇസ്രായേൽ ഇപ്പം 3 പേരുമായിട്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹമാസുമായിട്ട്, അതെ, പിന്നെ ഹിസ്ബുള്ളയുമായിട്ട്, അതെ, ഹൂതികളുമായിട്ട്. അതെ, ഹൂതികളിലേക്കുള്ളത് കറക്റ്റ് കയറി പോകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം ഹിസ്ബുള്ളയെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഹമാസിനെ തീർത്തു എന്ന് അവകാശപ്പെടുന്നു, ആയിരിക്കാം. പിന്നെ ഹിസ്ബുള്ളയുടെ തലവനെ തീർത്തു. ഹിസ്ബുള്ളയുടെ മറ്റുള്ളവരൊക്കെ പലരും ഒളിവിലാണ്. ലെബനിലേക്ക് ലെബനിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ലെബനിലേക്ക് കയറിയത് കൊണ്ട് ഈ അവിടുത്തെ ജനങ്ങൾ പലായനത്തിലുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹൂതികളെ മറ്റവർ ഇറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ടെൽ അവീവിലേക്ക് ഹൂതികൾ ഒരു മിസൈൽ വിട്ടത്. അത് ഇസ്രായേലിന് വലിയൊരു ഷോക്കായിരുന്നു. അപ്പോൾ ഹൂതികളിലേക്ക് കൂടെ പോകും. പക്ഷേ ഈ അവസരത്തിൽ തന്നെ ഇസ്രായേൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇറാൻ ഒരു വലിയ സന്ദേശം കൊടുത്തു. നമ്മൾ, അതായത് പിന്നെ ജൂതന്മാരും പേർഷ്യൻ ജനതയും നമ്മൾ സ്വതന്ത്രരാകാൻ പോവുകയാണ് എന്നൊരു സന്ദേശം. അതിലൂടെ ഒരു തരത്തിൽ അത് വ്യക്തമായൊരു സന്ദേശമെന്ന് തന്നെ പറയണം. കാരണം അന്ന് നെതന്യാഹു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇസ്രായേലിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയില്ല. അതിപ്പോൾ ഇറാനിലായിരുന്നാൽ പോലും അവരുടെ കൈ എത്തും എന്ന് തന്നെ പശ്ചിമേഷ്യയിൽ എവിടെയും ഞങ്ങൾ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നൊരു ആക്രമണം ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ ഏവരും പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാവുകയാണ്. അവിടുത്തെ പ്രസിഡന്റ് നിലവിൽ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു ഹാക്കിഷ് ടീമുണ്ട്. അവർ ശക്തമായ തിരിച്ചടി നൽകണമെന്നും അവർ അടിക്ക് തിരിച്ചടി, ഇതേ ഉള്ളൂ അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ഈ രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു ശക്തമായൊരു ആഭ്യന്തര യുദ്ധം അവർക്കിടയിൽ തന്നെ ഉണ്ടാവുകയാണ്. അതിലൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേ അവസരത്തിൽ ഇസ്രായേൽ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നേരത്തെ നെതന്യാഹുവിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അതിപ്പം മാറി. ഈ ലെബനിലേക്കുള്ള പിന്നെ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ശരിയാണ്, ഒരു നമ്മൾ കണ്ടതായിരുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങി എന്തിനാണ് ഈ യുദ്ധം ചോദിച്ചുകൊണ്ട് വലിയ തോതിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷമായിരിക്കണം ഈ ഹമാസിനെയും ഹൂതികളെയും ഒക്കെ തന്നെ വിട്ടിട്ട് ഹിസ്ബുള്ളയെ ശക്തമായി തന്നെ ഇല്ലായ്മ ചെയ്യാം. കാരണം ഇസ്രായേലിന് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ള ഇല്ലാതാവണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവിടെ ഒന്നായി തീർന്നിരിക്കുക. അതെ, അതെ. പക്ഷേ ഈ അവസരത്തിൽ US ഇസ്രായേലിന് സഹായമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് 21 ദിവസത്തേക്ക് വെടിനിർത്തൽ വേണമെന്നും പറയുന്നു. ജർമ്മനി ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, അവസാനിപ്പിക്കണം. ജർമ്മനി അല്പം രോഷത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഒരു സംശയം ഉണ്ടാക്കുന്നത്. ഇറാന് അപ്പോൾ ഇനിയിപ്പം അനങ്ങാതിരിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇറാൻ ഒരു സന്ദേശം കൊടുത്തു, പക്ഷേ പശ്ചിമേഷ്യയിൽ എവിടെയും ഞങ്ങൾ കയറും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകെ കൂടെ ഒരു സംശയത്തിനിടയുണ്ടാക്കുന്നതാണ്. ഏത് തരത്തിലാണ്? രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നസ്രുള്ളയുടെ വകവരുത്തൽ കൊലപാതകം, അതിന് തൊട്ട് പിന്നാലെ ഇറാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പരമോന്നത നേതാവ്, സുപ്രീം നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമീനിയെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇനി പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഒക്കെ തന്നെ നടത്തുന്നത് പല രീതിയിലായിരിക്കണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം നസ്രുള്ള കൃത്യമായി ഹിസ്ബുള്ള കേന്ദ്രത്തിലെത്തി ഒരു കൂടിക്കാഴ്ച നടത്തി എങ്ങനെ നമുക്ക് ഇസ്രായേലിനെ അടിക്കാം എന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്തായിരുന്നു അവരുടെ തലയിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വീണത്. പക്ഷെ അവരുടെ ഇത്തരത്തിലുള്ള ഈ ഗൂഢ നീക്കങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്ന ഒരു വിഷയമുണ്ട്. ഇസ്രായേലിന് ചാരന്മാരെല്ലായിടത്തും ഉണ്ട്. 2006 ഒരു യുദ്ധം അത് കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായൊരു പ്ലാനിലേക്ക് ഇസ്രായേൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് മുതൽ ഹിസ്ബുള്ളയെ ഇനി വളരാൻ അനുവദിക്കാൻ പാടുള്ളതല്ല. ഹിസ്ബുള്ളയെ തീർക്കണമെങ്കിൽ താഴെ തട്ടിലുള്ള ഭീകരരെ വകവരുത്തിയിട്ട് ഒരു കാര്യമില്ല. അവർ ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്ന പോലെയാണ്. അവരിപ്പോൾ ഒരു 100 പേരെ കൊലപ്പെടുത്തിയാലോ 1000 പേരെ കൊലപ്പെടുത്തിയാലോ വീണ്ടും അവർ പുനർജനിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ തലവനെ കൊലപ്പെടുത്തി അത് തിരിച്ച് വേരറ്റു പോകുന്ന ഒരവസ്ഥയാണ്. അത് പിന്നെ
പഴയ രീതിയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു പ്ലാൻ 18 വർഷം ആസൂത്രണം ചെയ്തു, അത് നടപ്പിലാക്കി, ഇനിയും അവരത് നടപ്പിലാക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ ഇറാനുണ്ട്. വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഇപ്പം തന്നെ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഒരു ഇറാൻ ചാരൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് കൃത്യമായിട്ട് ഈ വിവരം കിട്ടിയെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പാരീസ് മാധ്യമങ്ങളാണ് ഈ കാര്യം ആദ്യം പുറത്തുവിട്ടത്. അത് ഏകദേശം ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കും വന്നിട്ടുണ്ട്. കാര്യം തങ്ങൾക്ക് എല്ലായിടത്തും ചാരന്മാരുണ്ട്, എല്ലാ വിവരങ്ങളും തങ്ങൾ അറിയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഇടയിലായിക്കോട്ടെ, ഹൂതികളുടെ ഇടയിലായിക്കോട്ടെ, അതുപോലെ ഹമാസിനിടയിലായിക്കോട്ടെ, ഇതൊക്കെ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇന്ത്യൻ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അത്ര മികവുറ്റ രഹസ്യാന്വേഷണ വിഭാഗമാണ് അവരുടേതെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. മുസദിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ അകത്ത് തന്നെ ചാരനുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം ആരായിരിക്കും? ഖമേനി തന്നെ ആയിരിക്കും. പക്ഷേ ഇറാനിലേക്ക് ഡയറക്റ്റായി ഇസ്രായേൽ ഒരു ആക്രമണം ആദ്യമേ നടത്തുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാര്യം ഹിസ്ബുള്ള നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധം ആരംഭിച്ച് ഈ 360 ദിവസവും തുടർച്ചയായി ആക്രമിച്ചിട്ടും ഇസ്രായേൽ ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇതുവരെ നടത്തിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു കൗശലക്കാരനായ ഒരു യുദ്ധ തന്ത്രം തന്നെയാണ് അവിടെ നമുക്ക് പ്രയോഗിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ ഒന്നിനെയും തീർത്തിട്ട് പിന്നെ അത് തീർത്തു പോകുമെന്നൊന്നും നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഇപ്പൊ ഹമാസിനെ മുഴുവൻ തീർത്തോ? ഇല്ല. അവിടെ 10-20 ലക്ഷം ആൾക്കാരുണ്ടാകും. മുഴുവൻ വരെയും കൊന്നു തീർക്കാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത് വേറൊരു രൂപം കൊള്ളും എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഈ തീവ്രവാദ സംഘടനകളെ നിരോധിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു പേരിൽ രൂപത്തിലും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇത്തരത്തിലും അവിടെയും വളർന്നു വരുമെന്നുള്ളതാണ്. ഇപ്പം ഇറാൻ കണ്ടില്ലേ ഇവരെ ഉടനെ ഇറക്കുന്നത്, ഹൂതികളെ ഇറക്കുന്നത്. ഹൂതികളെന്ന് പറയുന്നത് ഷിയ ഇസ്ലാമിക് വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇറാൻ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഏത് തരത്തിൽ കൊണ്ടുപോകാൻ പറ്റും? പക്ഷേ ഇസ്രായേൽ തന്ത്രപൂർവ്വമാണ് കളിക്കുന്നത്. വളരെ പതിയിരുന്ന് പോവുകയാണ്. ഇപ്പോൾ ഗാസയുമായിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ കാര്യത്തിനകത്ത് 11 തവണ വെടിനിർത്തൽ പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും തന്നെ ഇസ്രായേൽ മുഖവിലേക്ക് എടുത്തില്ല. ഈ യുദ്ധം അവസാനിപ്പിച്ചതിനായിരുന്നു പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്. തങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുക, തങ്ങളുടെ പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, തങ്ങളുടെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജൂതന്മാർ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതാണ് അവരെ തോൽപ്പിക്കുക, തങ്ങൾക്ക് മേലൊരു അധിനിവേശം സ്ഥാപിക്കുക, ഇതൊന്നും അവർക്ക് ഒരു കാലത്തും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം പഴയകാല ചരിത്രം നോക്കുകയാണെങ്കിൽ അതിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. ഇനി ഒരു കാരണവശാലും അങ്ങനെ അടിമപ്പെടേണ്ടതില്ല, കീഴടക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അവർ പോകുന്നത്. അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഗാസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമായിരുന്നു, അല്ലെങ്കിൽ ആ യുദ്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴും അവരുടെ ബന്ദികളെ പൂർണ്ണമായും വിട്ടുകിട്ടിയിട്ടില്ല. ഒരു പരിധിവരെയുള്ള ബന്ദികളെയൊക്കെ ടണലിനുള്ളിലും മറ്റുമൊക്കെ ആയിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്. മൃതശരീരവും മറ്റും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബന്ദികളുടെ മോചനം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഉണ്ടാകില്ല. ബന്ദികളുടെ മോചനം സാധ്യമായാൽ ഈ യുദ്ധം ഒറ്റയടിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് തുടങ്ങി വെച്ചു, ഇനി അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. അവസാനിപ്പിക്കണമെങ്കിൽ നേരത്തെ ഗാസ മുനമ്പ് പിടിച്ചടക്കണം, ഇങ്ങനെയായിരുന്നു പറഞ്ഞെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ബെയ്റൂട്ട് പിടിച്ചടക്കി, ഇനി തെക്കൻ ലെബനിലേക്ക് കടന്നിട്ടുണ്ട്. കാര്യം യുദ്ധം ആരംഭിച്ചു. അല്ല, ഈ ലെബനിലോട്ട് അവർ കയറിയെങ്കിലും അവിടെ ഒരു അധിനിവേശമല്ല ലക്ഷ്യമിടുന്നത്. ഒരിക്കലും അല്ല. അവിടുത്തെ ഹിസ്ബുള്ളയെ തകർക്കുക. പക്ഷേ ഹിസ്ബുള്ള പാർപ്പിച്ചിരിക്കുന്നത് ജനവാസ മേഖലയിലുമാണ്. അതുകൊണ്ടാണ് ഈ അവിടുത്തെ ആൾക്കാർക്ക് നാശനഷ്ടവും ജീവഹാനിയും ഒക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇനി കൂട്ടപലായനത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അവിടുത്തെ സൈനികർ പിന്മാറുകയാണ്. സൈനികരില്ല. ലെബനിൽ അവർ പറയുന്നത് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ലേ, ഞങ്ങൾ ഇതിനകത്തൊന്നുമല്ല. അപ്പോൾ ഹിസ്ബുള്ള എന്നിട്ട് ഇറാനെടുക്കൽ ഇസ്രായേൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് പണം വിനിയോഗിച്ച് കഴിയുന്നത് ആ പണം മുഴുവൻ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും സാമൂഹിക കാര്യങ്ങൾക്കും ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പാകിസ്ഥാനിലൊക്കെ കാണുന്നില്ലേ, അവിടെ പട്ടിണിയും കുട്ടിച്ചോറാക്കി വെച്ചില്ലേ, അത് മുഴുവൻ ഈ തീവ്രവാദ പ്രവർത്തനമല്ലേ. അതുപോലെ ഈ ഹിസ്ബുള്ളയെ ഒക്കെ വളർത്തുക, അല്ലെ ഹൂതികളെ വളർത്തുക. അപ്പോൾ ഹൂതികൾക്കും ഭയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. കാര്യം അതുകൊണ്ടാണ് അവർ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയിട്ടില്ല. ഇതുവരെയും ഹൂതികൾ നേർക്ക് നേർ ഇസ്രായേലുമായി സാഹചര്യം വന്നിട്ടില്ല. കടലിലും മറ്റുമൊക്കെ ആയിട്ട് ചരക്ക് കപ്പലിനെ പിടിച്ചടക്കുന്നതും ആക്രമിക്കുന്നതുമായിട്ടുള്ള വിഷയം വരുന്നു. എന്നാൽ അതിനെ എതിർക്കാനായിട്ട് മറ്റ് യുദ്ധക്കപ്പലും മറ്റുമൊക്കെ എത്തുമ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. നേർക്ക് നേർ ഒരു ആക്രമണം ഇതുവരെ ഹൂതികൾ നടത്തിയിട്ടില്ല. പക്ഷേ ചെങ്കടലിലെ കപ്പലിന് നേരെ ആക്രമണം ഇവർ നടത്തുന്നുണ്ട്. കപ്പലിന് നേരെ ആക്രമണം നടത്തും. ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സേന വരുന്നു. അവർ വരുന്നതിന് മുൻപ് ഇവർ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു ഗറില്ല യുദ്ധ തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. നേർക്ക് നേർന്ന് അടിച്ചാൽ വിജയിക്കില്ല എന്നുള്ള തിരിച്ചറിവ് എന്തായിരുന്നാലും ഹിസ്ബുള്ളയ്ക്കും
അതുപോലെ തന്നെ ഹൂതികൾക്കുണ്ട്. അത് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയില്ല. ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഹിസ്ബുള്ളയെ മുഴുവൻ തീർക്കുക, എല്ലാവരെയും തീർത്ത് നാമാവശേഷമൊക്കെ നടക്കത്തില്ല. പിന്നെ ഹൂതികളിലേക്ക് പോവുക. നെതന്യാഹു ഇങ്ങനെ യുദ്ധം അങ്ങനെ നിൽക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നെതന്യാഹു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ യുദ്ധം ഒരു കാലത്തും ഒരു രാജ്യത്തിനും ഒരു ജനതയ്ക്കും നല്ലത് ചെയ്തിട്ടില്ല, ദോഷം മാത്രമേ. ലോകത്തിപ്പോൾ 10 ഇടങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രധാന യുദ്ധങ്ങളായിട്ട് പറയുന്നത് റഷ്യ ഉക്രൈൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, മറുഭാഗത്തായിട്ട് ഈ പറയുന്ന നമ്മുടെ ഇസ്രയേൽ പാലസ്തീൻ ആയിരുന്നു, ഇസ്രയേൽ ഹമാസ് ആയി പണ്ട് മുതലേ ഉള്ളത്. ഇപ്പൊ ഇത് ഒരു വർഷവും ഇതിനുശേഷം ഇസ്രയേൽ ഹൂതികളും തമ്മിലായി. അതിന് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ലെബനിലെ ഹിസ്ബുള്ളയായിട്ടായി. അതിന് ഇറാനിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള ഒരു ഭീതി. ഇറാൻ പക്ഷേ അങ്ങോട്ട് നിശബ്ദമായിട്ട് അങ്ങ് നിൽക്കുകയാണെന്ന് തോന്നുന്നു, നേരിടാനായിട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് വ്യക്തമായ ഒരു കാരണമുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഇവർക്ക് വേണ്ടത്ര ആയുധ സന്നാഹത്തിന്റെ ഒരു വിഷയം മാത്രമല്ല, ഇറാൻ പട്ടാളത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തിയുടെ കമാൻഡർ കോർപ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് നേർക്ക് നേർന്ന് അടിക്കുക അല്ലെങ്കിൽ ഒളിപ്പോരാട്ടം നടത്തുക, ഇത്രയേ ഉള്ളൂ. ബുദ്ധിപരമായ ഒരു ആക്രമണ രീതിയോ തന്ത്രങ്ങളോ ഒന്നും അവരുടെ പക്കലില്ല. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ തന്നെ നെതന്യാഹു UN-ൽ സംസാരിക്കാൻ പോകുന്നു. ഈ സമയത്ത് ഒരു യുദ്ധം നടക്കുമെന്നോ തങ്ങളുടെ കമാൻഡറെ വകവരുത്തുമെന്നോ സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കുന്നില്ല. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഉറപ്പായിട്ടും ഇസ്രയേൽ ചെയ്യുന്നത് എപ്പോഴും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. അവർ കൂടുതൽ കൈക്കരുത്തോ അല്ലെങ്കിൽ കൂടുതൽ സൈനിക ശക്തി ഇല്ലാതാക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർ പരമാവധി കാഷ്വാലിറ്റീസ് കുറയ്ക്കാൻ നോക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള. തങ്ങളുടെ സൈനികർ കൊലപ്പെടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക, കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ശത്രുവിൻ്റെ വ്യോമതാവളങ്ങളെ ആക്രമിക്കും. എയർബേസുകളിൽ പോവും, അവിടുത്തെ റൺവേ ആക്രമിക്കും. റൺവേ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വിമാനം പോലും പറന്നുയരത്തില്ല. ഇവർ ചെയ്യുന്ന ഇത്തരം തന്ത്രപരമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആയുധപുര നശിപ്പിക്കുക. അല്ല, വിമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ ബാധിക്കും, വലിയ തോതിൽ തന്നെ ബാധിക്കും. അത് മാത്രമല്ല, ഇസ്രയേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. നവംബർ വരെ ഒരു സർവീസും നടത്തുന്നില്ല. നേരത്തെ തന്നെ ലെബനിൽ പ്രത്യേകിച്ചും ഇസ്രയേൽ ലെബനൻ അതിർത്തികളിലേക്ക് ഒരു കാരണവശാലും വിമാന സർവീസുകൾ നടത്തലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രയേൽ അവരുടെ ആഭ്യന്തര സർവീസുകളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അത് കൃത്യമായ സൈനിക മുന്നറിയിപ്പ് അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടിയൊരു വിവരമുണ്ട്. അതായത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാന പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അവരുടെ മൊസാദിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലേക്കും ഒപ്പം IDF-ന്റെ യൂണിറ്റ് 8200 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. IDF-ന്റെ യൂണിറ്റ് ആസ്ഥാനമാണ്. ഈ 2 മേഖലയിലേക്കും ഒരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയാണെന്നുള്ള കാര്യം അവർ അവകാശപ്പെടുന്നുണ്ട്. അതിൽ 2 പേർക്ക് ചില പരിക്ക് സംഭവിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹൂതികൾ ഉണ്ടാക്കിയ ടെൽ-അവീവിലേക്കൊരു ആക്രമണം നടത്തി. തൊട്ടു പിന്നാലെ ഇന്ന് ഹിസ്ബുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. മറുഭാഗത്ത് ഇസ്രയേൽ തെക്കൻ ലെബനിലേക്ക് കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു. വേറൊരു വശത്തുകൂടി റെയ്ഡുകൾ തുടങ്ങുന്നുണ്ട്. റെയ്ഡ് നേരത്തെ നമ്മൾ കേട്ടതാണ്. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. റെയ്ഡ് നടത്തുക, പിടിച്ചെടുക്കുക, വേണ്ടവരെ എതിർത്ത് നിൽക്കുന്നവരെ കൊലപ്പെടുത്തുക, മറ്റുള്ളവരെ ജീവനോടെ പിടിച്ചെടുത്ത് വിവരങ്ങൾ ശേഖരിച്ച് അല്ലെങ്കിൽ അവരെ വിട്ടയച്ച് അവരിൽ നിന്നും കൃത്യമായ സന്ദേശങ്ങളൊക്കെ തന്നെ എങ്ങനെ ചോർത്തിയെടുക്കാൻ കഴിയും, എങ്ങനെ അതൊക്കെ ശേഖരിക്കാൻ കഴിയും, ഈ ഒരു തന്ത്രമാണ്. ശരിക്കും ഒരു തന്ത്രം തന്നെയാണ് അവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു ആക്രമണ ശൈലിയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കടക്കും. കാരണം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, കാരണം അറബ് രാഷ്ട്രങ്ങളിലേക്ക് ഇതൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ എണ്ണയാണല്ലോ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. അത് പിന്നീട് വന്നിട്ട് അതിന് വിലവർധന ഉണ്ടാവുക, അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാവുക, ഒരു വലിയ സാമ്പത്തിക, അത് നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം നരേന്ദ്രമോദി തന്നെ ഇതിനകത്ത് നെതന്യാഹുവിനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരിടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്, അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതിങ്ങനെ യുദ്ധം നീണ്ടു പോകാനുള്ളത്. കുറേ കഴിയുമ്പോൾ ഇതൊരു വാർത്തയല്ലാതെ ഇങ്ങനെ എവിടെയോ യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ട രണ്ട് വിഷയം. ഒന്ന് ഈ പറയുന്ന എണ്ണശേഖരം, അതിനെക്കുറിച്ചുള്ള ഇതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു എന്ന് പറയുന്നു. ഒരിക്കലും ഇന്ത്യയുടെ വാക്ക് ഇസ്രയേലിന് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഈ ഒരു പ്രശ്നം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ റഷ്യയ്ക്കൊപ്പവും അതുപോലെ തന്നെ ഉക്രൈനും ഒരേ നിലപാട് സ്വീകരിക്കുന്നു. ഈ വിഷയത്തിലും ഇസ്രയേലിനൊപ്പം തന്നെ തോളോട് തോൾ ചേർന്നുള്ള നിലപാട് തന്നെയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. മുൻകാലങ്ങൾ മുതൽ തന്നെ ശക്തമായ പ്രതിരോധ പങ്കാളികളാണ് അവർ. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബോംബുകളൊക്കെ
പോർമുനകളൊക്കെ തന്നെ F-16 ആയിക്കോട്ടെ, ബങ്കർ ബസ്റ്ററുകളായിക്കോട്ടെ, ഇതൊക്കെ കൊടുത്തത് അമേരിക്കയാണ്. ആ സഹായം കൊടുക്കുന്ന 21 ദിവസത്തേക്ക് വെടിനിർത്തൽ വേണമെന്നും പറയുന്നു. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവർ പറഞ്ഞിട്ട് പോലും നെതന്യാഹു തയ്യാറായിട്ടില്ല. കാര്യം നെതന്യാഹുവിന് ഏറ്റവും വലുത് ജനതയാണ്, ഇസ്രയേലി ജനതയാണ്, അവരുടെ നിലനിൽപ്പാണ്, ഇനി മുന്നോട്ടുള്ള പോക്കാണ്, ഭാവിയാണ്. ഇത് കാലാകാലങ്ങളായി യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 60കളിൽ സംഭവിച്ചു, 82 സംഭവിച്ചു, 83 ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോയി, ഹിസ്ബുള്ളയുടെ പിറവിയുണ്ടായി, 92 വീണ്ടും അതിശക്തമായ പോരാട്ടങ്ങളിലേക്ക് പോയി. അന്നാണ് ഈ പറയുന്ന നസ്രുള്ള കമാൻഡർ തലത്തിലേക്കൊക്കെ വന്നത്. അതിനുശേഷം 2000 സംഭവിച്ചു, 2006 സംഭവിച്ചു, തുടർച്ചയായി സംഭവിക്കുന്നു, 14, 21 ഇപ്പോൾ വീണ്ടും. ഇതിങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെ അവസാനിപ്പിക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഒരു അടിവര ഇട്ടില്ല എങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. ഇനി മുന്നോട്ട് പോകുമ്പോഴൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധം പോലെ ആയിരിക്കത്തില്ല. കാര്യം സാങ്കേതിക വിദ്യ ഇത്രയധികം വിപുലമായിക്കൊണ്ടിരിക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ സംഭവിക്കുന്നു. ഇനി ബയോവാർ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ രൂക്ഷമായ ചിലരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ നെതന്യാഹുവിനെ യുദ്ധമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്ഥാനഭ്രഷ്ടനാക്കും, പിന്നെ കൊലക്കേറ് നേരിടേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ എല്ലാവരും കൂടി വിഭിന്ന അഭിപ്രായം മാറി ഒന്നിച്ച് നിൽക്കുകയാണെന്നും പറയുന്നുണ്ട് ഹിസ്ബുള്ളയെ തുരത്തുന്ന കാര്യം വന്നപ്പോൾ. അല്ല, ഇതിൽ രസകരമായ ഒരു കാര്യം തോന്നിയത് ഇപ്പം യുദ്ധകാല അടിസ്ഥാനത്തിൽ യുദ്ധകാല മന്ത്രിസഭ ഇപ്പം ഇസ്രായേലിലുണ്ട്. അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം അത് രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അവിടെ രാഷ്ട്രീയമൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരുമിച്ച് തന്നെ എടുത്തിട്ടുള്ള തീരുമാനം രാജ്യത്തെ സംരക്ഷിക്കുക ഏതറ്റം വരെയും നമുക്ക് പോവാം, അതിലൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ സാറ് പരാമർശിച്ച ഒരു വിഷയം, ഒരു യുദ്ധക്കുതിയനായി നെതന്യാഹു മാറിയോ നേരിട്ട് ചോദിച്ചാലേ അത് ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിക്കും. ആ രീതിയിലേക്കല്ല. പക്ഷേ യുദ്ധം നെതന്യാഹുവിന് ഇസ്രായേലിന് അനിവാര്യമാണ്. യുദ്ധമില്ല, തിരിച്ചടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഉണ്ടാവില്ല, യാഥാർത്ഥ്യമാണ്. കാര്യം ഇന്നലെ മുതൽ പല പോരാട്ടങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പല വർഷങ്ങളിലായി നടന്നിട്ടുള്ള പോരാട്ടം, 48 ഇസ്രായേൽ രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടിരിക്കുന്ന പല വിഷയങ്ങൾ അന്നൊക്കെ തന്നെ ചെറുത്തുനിൽപ്പ് നടത്തിയത് കൊണ്ടാണ് ഇന്ന് കാണുന്ന ഇസ്രായേലായിട്ട് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചം അയൺ ഡോം. ഏറ്റവും മികവുറ്റ രീതി 90% മുകളിൽ അതിന് ഫലപ്രാപ്തിയുണ്ട്. എല്ലാ മിസൈലുകളെയും എല്ലാത്തരം ശത്രു ആയുധങ്ങളെയും ഒക്കെ തന്നെ നിർവീര്യമാക്കും. അതെ, ഈ ആയുധ സന്നാഹം ഉണ്ടായി വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവരെങ്ങനെ ഇതൊക്കെ രൂപപ്പെടുത്തിയെടുത്തു? എന്തുകൊണ്ട് അവർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് മൊസാദ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മികച്ച ചാരസംഘടനയായിട്ട് മാറിയത്? ഇതിനൊക്കെ കാരണം യുദ്ധങ്ങൾ തന്നെയാണ്, ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനുള്ളിൽ തന്നെ പലസ്തീൻ കിടക്കുന്നു. ഒരു സൈഡിൽ വെസ്റ്റ് ബാങ്ക് ഉണ്ട്, അപ്പുറത്ത് ഗാസയുണ്ട്. ഇതിനൊക്കെ തന്നെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഒരു സൈഡിൽ ജോർദൻ, സിറിയ, അപ്പുറത്തായിട്ട് തൊട്ടപ്പുറത്തായിട്ട് ഇറാൻ വരുന്നു, ഇപ്പുറത്ത് ഇറാഖ് വരുന്നു, ഈജിപ്റ്റ് വരുന്നു. അപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങളുടെ നടുക്ക് ഒരു ജൂതരാഷ്ട്രം. അപ്പോൾ അവർക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവരുടെ അതിർത്തികളൊന്ന് പരിശോധിച്ചാൽ തന്നെ ചില ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ മറ്റൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ അതിർത്തി മേഖലയൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, അതിർത്തികളൊക്കെ തന്നെ കമ്പിവേലികൾ കെട്ടി ഏകദേശം ഒരു 10-12 അടിയോളം ഉയരത്തി, ഒരു മനുഷ്യന് 6 അടിയാണ് ഒരു മനുഷ്യൻ്റെ ഉയരം, ഒരു മനുഷ്യനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിർത്തി വേലികൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭേദിക്കാനാണ് ടണലുകൾ ഉണ്ടാക്കി ഹമാസ് എങ്ങനെ ഇസ്രായേലിലേക്ക് കടന്നു കയറിയത്. പക്ഷേ ഇവർ ഇത്തരം ശക്തമായ സുരക്ഷാ സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ UAVകൾ എന്ന് വെച്ചാൽ ആളില്ലാ ഡ്രോണുകളൊക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിലൂടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടക്കും. ചെറിയ തോതിലൊക്കെ ആക്രമണം നടത്താൻ ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ ഇന്ത്യ അടക്കം അവിടെ നിന്നാണ് ഒരുപാട് ഡ്രോണുകളും മറ്റും വാങ്ങിക്കൂട്ടുന്നത്, ആയുധങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറുഭാഗത്ത് നമുക്ക് ഇന്ത്യ ചൈന പ്രശ്നം ഇപ്പോഴും പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. കശ്മീരിൽ നടക്കുന്ന വിഷയങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, പാകിസ്ഥാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇനി മറുഭാഗത്ത് ശ്രീലങ്കൻ കടലുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കൻ ഭാഗത്തു നിന്നും കടലിലൂടെ ചൈനയുടെ നിരീക്ഷണം വേറൊരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു വിശാലമായ സമുദ്രമേഖല നമുക്ക് കിടക്കുന്നു, അതിർത്തി മേഖലയിലും സംഘർഷം കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ സുരക്ഷ ഒരുക്കാനായിട്ട് ഇസ്രായേലിൽ നിന്നുള്ള അത്യാധുനിക ആളില്ല ഡ്രോൺ വിമാനങ്ങളും മറ്റുമൊക്കെ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് എങ്ങനെ ഇസ്രായേൽ വന്നു എന്ന് ചോദിച്ചാൽ
ഇത്രയും കാലം നടത്തിയ യുദ്ധങ്ങൾ തന്നെയാണ്. യുദ്ധത്തിൽ അവര് വിദഗ്ധരായി മാറി എന്നുള്ളതാണ്. പരിണമിച്ച് അവരുടെ ഒരു നിത്യത്തൊഴിലായി മാറിയിരിക്കുകയാണ്. അപ്പം നിലനിൽപ്പ് എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം. അതിലൂടെ ഇങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് തന്നെയാണ് അവര് ഇത്തരം ഇസ്രായേലിൽ എന്നും ഇനി യുദ്ധം ഉണ്ടാകും എന്നുള്ളതാണ്. അവര് എനിക്ക് കുട്ടികളെ ഞാൻ മുൻപ് ഇവിടെ വായിച്ചിട്ടുള്ളത്, ആ കൊച്ചു കുട്ടികളെ നമ്മൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ഇസ്രായേലിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇതുവരെയുള്ള ചെറുത്തുനിൽപ്പാണ്. എന്തൊക്കെയാണ് ആയുധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ആയുധം കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് പണ്ട് മുതലേ അവർ കാണിച്ചിട്ടുള്ളതാണ്. അത് പണ്ട് മുതലേ അവർ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. ഇസ്രായേലിലെ ജനതയിൽ ആരും ഇതുവരെ യുദ്ധം കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. ഈ യുദ്ധമല്ല, ഇതിനു മുമ്പുള്ള പോരാട്ടങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവർക്കിതൊരു പുതിയ സംഭവമല്ല, അവർക്ക് പുതിയൊരു വിഷയമല്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവർ 3 പേരോടല്ലേ എതിരിടുന്നത്, ഹമാസിനോടും ഒരേ സമയം ഹിസ്ബുള്ളയോടും ഹൂതികളോടും. മറുഭാഗത്ത് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള വേറെ രീതിയിൽ അറ്റാക്ക് നടക്കുന്നു. അപ്പം ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും? യുദ്ധം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേട്ടമില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ഇസ്രായേൽ നടത്തുന്ന നരഹത്യയല്ലേ, കൂട്ടക്കുരുതിയല്ലേ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതിൽ ചേർക്കേണ്ട ഒരു വിഷയമുള്ളത്, ഇസ്രായേൽ ആക്രമണം നടത്തുന്നു, ഹിസ്ബുള്ള തലവനെ ആക്രമണം നടത്തുന്നു. ആ സമയത്ത് പോലും ഇസ്രായേൽ കൃത്യമായ IDF കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട്. പരിസരവാസികൾക്ക് സൈറൺ മുഴക്കിയിട്ടുണ്ട്. കുറച്ച് നേരം സൈറൺ മുഴക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവിടെ ആക്രമിക്കാൻ പോവുകയാണ്, നിങ്ങൾ മാറിക്കൊള്ളുക. നെതന്യാഹു നേരിട്ട് വീഡിയോ ക്ലിപ്പിലൂടെ, അതായത് മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു വീഡിയോ സന്ദേശം പുറത്തുവിടുകയുണ്ടായി. അതായത് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, ലെബനിലെ ജനങ്ങളോടല്ല ഞങ്ങളുടെ ആക്രമണം, നിങ്ങളോട് ഐക്യദാർഢ്യം, ഞങ്ങളുടെ യുദ്ധം ഹിസ്ബുള്ളയോടാണ്. എന്തുകൊണ്ട് യുദ്ധം നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വത്തം, ഞങ്ങളുടെ വേരറക്കുമെന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള രൂപം കൊണ്ടത് തന്നെ അതിനു വേണ്ടിയിട്ടാണല്ലോ. അതിനുവേണ്ടി നിൽക്കുന്ന ഒരു ശക്തിയെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല. പക്ഷേ അവരെ ഇല്ലാതാക്കുമ്പം അവിടുത്തെ ജനതയെ ഇല്ലാതാകുന്നു. കാരണം അവരുടെ ഇടയിലാണ് ഇവരെ പറയുന്നത് പോലെ ചില സൈറണും മറ്റും നൽകുന്നതിലൂടെ നിരവധി ആളുകൾ അവിടെ നിന്നും മാറിപ്പോകാറുണ്ട്. വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട് വിട്ട് പോവുക, നിങ്ങൾക്ക് സുരക്ഷിതമായൊരു വാസസ്ഥലം അത് ഞാൻ ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് തന്നെ ലെബനൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര മേഖലയായിട്ട് നിൽക്കുക, അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിന് കൂടിയുള്ളത്. കാരണം അതിർത്തി സ്വസ്ഥമായാൽ മാത്രമേ നമുക്കും സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചൈനീസ് അതിർത്തി സമാധാനപരമാണെങ്കിൽ നമുക്കും വലിയ ആശ്വാസമാണ്, വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഇതേ അവസ്ഥ തന്നെയാണ്, ഇതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയാണ് ഒരുപക്ഷെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എണ്ണയുടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഈ യുദ്ധത്തിൽ വലിയൊരു പ്രതിസന്ധി, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടൊരു വിഷയമാണ് ഈ എണ്ണ വ്യാപാരം, എണ്ണ കച്ചവടം, എണ്ണ വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നിലവിൽ യമനിലെ ഹൂതി യുദ്ധർ അവിടേക്ക് ആദ്യം ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയപ്പോൾ, ഹൂതികളുമായിട്ട് നേരിട്ടൊരാക്രമണം ഇതുവരെയും ശക്തമായിട്ട് നടത്തിയിട്ടില്ല. നേരിട്ടൊരാക്രമണം നടത്തിയപ്പോൾ അവർ ആദ്യം ലക്ഷ്യം വെച്ചത് എണ്ണ ടാങ്കറുകളെയാണ്, എണ്ണ കലവറയാണ്. അതിൻ്റെ ഉദ്ദേശം തന്നെ വളരെ വ്യക്തമാണ്. തലക്കടിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിനെ നാമാവശേഷമാക്കിയ തകർത്ത് കഴിഞ്ഞാൽ അവർ അത് തിരിച്ചു വരാനായിട്ട് ഒരുപാട് കാലഘട്ടത്തില്ല. അവരുടെ സാമ്പത്തിക സ്രോതസ് മുഴുവൻ ശക്തീകരണം ക്ഷയിക്കും. ജനുവരിയിലും സമാനമായൊരു മിസൈൽ സ്ട്രൈക്ക് നടത്തി, അതും ഇതേ കേന്ദ്രത്തിൽ തന്നെ ആയിരുന്നു. ഇതുപോലെ തന്നെ ഒരു ആക്രമണമായിരുന്നു അന്നും നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഇസ്രായേലിനെ ഒരു തരത്തിലും നേരിട്ട് ആക്രമിച്ച് എല്ലാവരെയും കൊലപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, ആ ലക്ഷ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ 1 വർഷത്തോളം ഈ യുദ്ധം വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ടതോ ഇത്രയും കാലം കാത്തിരുന്ന് നസ്രയെ കൊലപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. നേരത്തെ തന്നെ ഇത് തീർക്കാമായിരുന്നു, കൃത്യമായ വിവരം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ആക്രമണം നടത്തിയ അത് ഇസ്രായേലിന് തന്നെയാണ് ചീത്തപ്പേർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു വീരപരിവേഷം ഇസ്രായേലിന് കിട്ടുന്നുണ്ട്. കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ട്, നിരവധി ആളുകൾ, 1000-നടുത്ത് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ 100ഓളം സ്ത്രീകളും 50-ലധികം കുട്ടികളും ഒക്കെ മരണത്തിനിരയായിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതിലൂടെ ഒരു വലിയ കൂട്ടം, ഒരു വലിയ ശൃംഖലയെ തന്നെയാണ്, തീവ്രവാദികളുടെ ഒരു ശൃംഖലയെ തന്നെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴവിടെ ഇസ്രായേലിലെ നെതന്യാഹുവിനെതിരായിരുന്നവർ പോലും ഈ അവസരത്തിൽ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ എതിർപ്പ് വന്നപ്പോൾ ജനവികാരം അവിടെ ഒന്നിച്ചു എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഈ യുദ്ധം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശാശ്വതമായ ഒരു ഒന്നിനും പരിഹാരമല്ല. സമാധാനം പുലരുക എന്നുള്ളത് തന്നെയാണ് അത്യന്താപേക്ഷിതമായിട്ട് പറയേണ്ട ഒരു വസ്തുത. എന്തായിരുന്നാലും ഇതിൽ അമേരിക്ക ഇടപെട്ടിട്ട് ഒന്നും കണ്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഇറാനെയും അതുപോലെ ഹിസ്ബുള്ളയുടെ പൂർണ്ണമായിട്ടുള്ള പേര് അറുത്തിട്ടില്ല. ഇനിയും 1-2 പ്രധാനപ്പെട്ട ആളുകൾ ഒളിവിലുമാണ് നിരവധി ആളുകൾ. അപ്പോൾ
ഇതൊക്കെ ഒന്ന് അടങ്ങാതെ ഇസ്രായേലിന് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഘട്ടത്തിലൊന്ന് പിന്നോട്ട് പോയാൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത് ഇസ്രായേലിനാണ്. കാര്യം പൂർണ്ണമായും ഇസ്രായേലിനെ നശിപ്പിച്ച് കളയും ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ രീതിയിലേക്ക് ആക്രമണം കൊണ്ടുപോവുക അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല, മറ്റൊരു മാർഗ്ഗമില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായിരുന്നാലും ഇനി എന്താവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ.